അല്ല മക്കളെ, ശരിക്കും എന്താണ് സഞ്ജുവിന് പറ്റിയിട്ടുള്ളത്? തുടർച്ചയായ 3 കളികളിലാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. അതൊക്കെ പോട്ടെ, ചെന്നൈക്ക് എന്ത് പറ്റി? ഒരു സഞ്ജു മാത്രമല്ലല്ലോ ചെന്നൈ ടീമിൽ. സഞ്ജു ഫോം ഔട്ട് ആയി കഴിഞ്ഞാലും ചെന്നൈ എങ്ങനെയെങ്കിലും ജയിക്കണം അല്ലേ? ഏതൊരു IPL-ലും തുടക്കം മുതൽ ഇപ്പോൾ ഇതുവരെ 2026 വരെ എങ്ങനെ തുടങ്ങുന്നോ എങ്ങനെ തോക്കുന്നോ, പക്ഷെ അതിലൊന്നും അവർക്കൊരു കാര്യമില്ല. എങ്ങനെ തട്ടിമുട്ടിയിട്ടാണെങ്കിലും ഫൈനലിലെത്തുന്ന ഒരു ടീമായിരിക്കും ചെന്നൈയിലെ. അതെല്ലാവരും അതിശയിപ്പിക്കുന്ന രീതിയിൽ ആ ടീം സ്പിരിറ്റോടെ എങ്ങനെയെങ്കിലും ആ ഫൈനലിൽ ഒരു ടീമായിട്ട് ഇവരുണ്ടാവും, അല്ലെങ്കിൽ സെമിയിലുണ്ടാവും. ഒരുപാട് കളികളിൽ അതോടൊപ്പം തന്നെ ഒരുപാട് കപ്പെടുത്ത ടീമുകളിലും പെട്ടൊരു ടീമാണ് ചെന്നൈ. പക്ഷേ ഇപ്പോൾ ഈ 2-3 മത്സരങ്ങളായിട്ട് ഇപ്പോൾ ഇവർക്ക് എന്ത് പറ്റി? എന്താണെന്ന് ഒരു ഐഡിയ മനസ്സിലാകുന്നില്ല അല്ലേ? തോക്കുന്നതാണെങ്കിൽ പൂരാ തരീക്കാസെ അറിയുകയെന്ന് പറഞ്ഞ പോലെ ഫുള്ളായിട്ട് തോറ്റ് പണ്ടാരടങ്ങണ പോലെയാണ് തോക്കുന്നത് അല്ലേ? വേൾഡ് കപ്പ് അങ്ങോട്ട് കഴിഞ്ഞതോടുകൂടെ സഞ്ജു ആയിരുന്നു സൂപ്പർ സ്റ്റാർ അല്ലേ? എല്ലാവരും സഞ്ജുവിനെ പുകഴ്ത്തി അങ്ങോട്ട് എവിടെയൊക്കെ കൊണ്ടുവച്ചു അല്ലേ? എന്നിട്ട് ഇപ്പോൾ വീണ്ടും സഞ്ജു ആ പഴയ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. 1, 2, 3, 4, 5, 6 ഇതൊക്കെ തന്നെയാണ് സഞ്ജുവിൻ്റെ സ്കോർ. നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ, പക്ഷെ സഞ്ജുവിന് ഇതുപോലെ സംഭവിക്കാൻ എന്താ കാരണം എന്നുള്ളതാണ് നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ് നാട്ടുകാരെന്ന് പറയില്ലേ, അതുപോലെ ചോദിച്ചു പോകും. ലാസ്റ്റ് നടന്ന 3 മത്സരങ്ങളിൽ 7 ബാളിൽ 6, 7 ബാളിൽ 7. ഇപ്പോൾ ലാസ്റ്റ് ആരുടെ കൂടെ, ബാംഗ്ലൂരിൻ്റെ കൂടെ നടന്ന മത്സരത്തിൽ 5 ബാളിൽ 9. എന്താ അല്ലേ? നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നും അല്ല സഞ്ജുവിൽ നിന്ന്. ഒരുപാട് നല്ല 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 സ്കോറുകളാണ്. എന്തായാലും അടുത്ത കളിയിൽ ഇതിനേക്കാളും മനോഹരമായ രീതിയിൽ സഞ്ജു സെറ്റായിട്ട് തിരിച്ചു വരുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പ് അവസാനിപ്പിച്ചത് ഹീറോ ആയിട്ടാണെങ്കിൽ IPL തുടങ്ങുന്നത് 0 ആയിട്ടാണ് കേട്ടോ. ഒരു കളിയിലും ഒരു അത്യാവശ്യം ഒരു സ്കോർ എത്താൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടില്ല. ഇനി തുടർന്നുള്ള കളികളിൽ സഞ്ജു തിരിച്ചു വരട്ടെ എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. സഞ്ജു ആണ് തിരിച്ചു വരും എന്ന് നമുക്കും അറിയാം. പക്ഷേ ഇതുപോലെ കാണുമ്പോൾ ഒരു തലക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോണ്ടല്ലോ ഒരു വല്ലാത്തൊരു ഇടങ്ങേറാണ്. ഇന്നല്ലെങ്കിൽ നാളെ സഞ്ജു വീണ്ടും പഴയ ഫോമിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പറയാനുള്ളത്, ചെന്നൈ തോക്കുന്നതാണെങ്കിൽ നോർമൽ തോൽവിയൊന്നും അല്ല, നല്ല പൂരാ തരീക്കാസെ ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു തോൽവിയാണ്. ഫസ്റ്റ് രാജസ്ഥാനെതിരെ 8 വിക്കറ്റിൻ്റെ തോൽവി. നമ്മൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഫസ്റ്റ് കളിയിൽ തന്നെ രാജസ്ഥാൻ്റെ കൂടെ തോറ്റുപോകുന്നത്. അതിനുശേഷം പഞ്ചാബിൻ്റെ കൂടെയും ഇതേപോലെ 5 വിക്കറ്റിൻ്റെ. എല്ലാ പ്രതീക്ഷയും ഇന്നലെ നടന്ന RCB ആയിട്ടുള്ള മത്സരമായിരുന്നു. അതിലും സഞ്ജുവും തോറ്റുപോയി, അതോടൊപ്പം തന്നെ ചെന്നൈയും തോറ്റുപോയി. സഞ്ജു എവിടെ തോക്കുന്നോ അവിടെ ചെന്നൈയും തോക്കുന്നത് പോലെയാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഇന്നലെ നടന്ന മത്സരത്തിൽ വെറും 5 ബാളിൽ 9 റൺസ് എടുത്ത് തുടക്കത്തിലൊക്കെ നമ്മളിങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഒരു പ്രതീക്ഷ നിലനിൽക്കെ വീണ്ടും സഞ്ജു പോയി. എന്തായാലും നല്ല പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. അതിനേക്കാൾ ഉപരി പറയാനുള്ളത്, ചെന്നൈയിൽ ഇപ്പോൾ ഉള്ള ബോളർമാരെന്താണ് ജസ്റ്റ് നെറ്റിൽ ബോൾ എറിയുന്ന ഒരു പ്രകൃതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ എറിഞ്ഞാലും തല്ലാണ്, റണ്ണാണെങ്കിൽ അടിച്ച് കയറ്റിയിട്ട് എവിടേക്ക് എത്തുന്നു എന്നുള്ളത് പറഞ്ഞാലും തീരാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. 250 ഓൾറെഡി ഇപ്പോൾ വന്നു കഴിഞ്ഞു. IPL 3 ആയിട്ടുള്ളൂ, ചെന്നൈക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് 250 സ്കോർ. എന്തായാലേ ബോളർമാർക്കൊന്നും ഒരു വില ഇല്ലാത്ത രീതിയിൽ IPL മാറണമെന്നുണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു സംശയം നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടല്ലേ. എന്നാൽ ചില മത്സരത്തിലാണെങ്കിൽ നേരെ തിരിച്ചും തോന്നുന്നുണ്ട്. ചെന്നൈയുടെ കാര്യത്തിൽ വളരെ മോശം തുടക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ബോളർമാരാണെങ്കിൽ ഫോമില്ല, ബാറ്റർമാരാണെങ്കിൽ ഫോമില്ല. പക്ഷേ ഇടയിൽ വരുന്ന ആരെങ്കിലുമൊക്കെ തട്ടിമുട്ടിയിട്ട് കുറച്ച് അടിച്ചെടുത്തിട്ട് ആ ഒരു റൺസിലേക്ക് നാണക്കെട്ടിൽ നിന്നും രക്ഷപ്പെടുത്തുന്നുണ്ട് അവരെ. പക്ഷെ അതും ഒരു സ്ഥിരതയായിട്ട് മാറിയിട്ടില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറേ ചോദ്യചിഹ്നങ്ങൾ ബാക്കിയായിട്ടിരിക്കുന്നുണ്ട്. ക്യാപ്റ്റൻസിയിലുള്ള പ്രോബ്ലമാണോ, ബോളിംഗ് ടീമിനുള്ള പ്രോബ്ലമാണോ, അതോ ബാറ്റിങ്ങിൻ്റെ ഓർഡറിനുള്ള പ്രശ്നമാണോ? അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സഞ്ജുവിനെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്ന് മാറ്റണോ, അതോ സഞ്ജുവിനെ വേറെ ഏതെങ്കിലും സ്ഥാനത്ത് പരീക്ഷിക്കണോ? ഇതുപോലുള്ള ഡൗട്ടുകളും കമൻറ്റുകളും ട്രോളുകളും ഇങ്ങനെ 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ തോൽവിയോടുകൂടെ അത് കൂടുകയല്ലാതെ ഒരിക്കലും കുറയാനും പോകുന്നില്ല. അപ്പോൾ എന്തായാലും IPL മാറും തോറും സഞ്ജുവിന് പ്രഷർ കൂടും തോറും സഞ്ജു ഫോമിലേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയും നമുക്കുണ്ട്. എന്തായാലും വീണ്ടും ചെന്നൈ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു ടീമായിരുന്നു ചെന്നൈ. ആ ഒരു ചെന്നൈ ഇപ്പോൾ തിരിച്ചു വരാമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും സഞ്ജുവിന് വേണ്ടിയിട്ടാണ്. ആ ഒരു കേരളക്കാരനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഞാൻ ആ ചെന്നൈനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ IPL വിശേഷങ്ങളും മറ്റുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്നും വരുന്നുണ്ടാവും. അപ്പോൾ ഫോളോ ചെയ്ത് കൂടിക്കോളിയും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നിങ്ങളാരെങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കളി കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നോൺ ഡൗൺലോഡ് ചെയ്തോളിയും. ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. മുമ്പൊക്കെ അത് 1 റിയാലിനായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഫ്രീ ആയിട്ട് നോണാണ് ഓപ്പൺ ചെയ്തിട്ട് നമ്മളെ മൊബൈൽ നമ്പറാണ് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് സിമ്പിളായിട്ട് കറക്റ്റ് ഒരു കുഴപ്പമില്ലാതെ ഒരു VPN വേണ്ട, ബഫറിങ്ങും ഇല്ലാതെ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.